അപ്പൊ ശരി. ആനിയല്ലേ? അതെ. ആരാന്ന് മനസ്സിലായില്ല. അത് മോശമായി പോയി. എനിക്ക് ആനി എത്ര പെട്ടെന്നാ മനസ്സിലായത്? ഞാൻ കണ്ടതായി ഓർക്കുന്നില്ല. ഞാനിപ്പോഴാ ആനിയെ കാണുന്നേ. എന്നിട്ടെങ്ങനെ എനിക്ക് മനസ്സിലായി? വല്യമ്മച്ചി എന്തിയേ? ജോണിച്ചയ, അത് ശരി. രണ്ടാളും കേറി പരിചയപ്പെട്ടോ? ആള് ഞെട്ടിയിരിക്കേ. ഒരു മുഖപരിചയം ഇല്ലാത്തവൻ കയറി വന്ന് ആനില്ലയോന്ന് ചോദിച്ചാ പിന്നെ ഇച്ചായൻ ആരാന്ന് പറയാതെയോ? അതെ ചേച്ചി. അപ്പൊ കൊച്ചു പിന്നെ എന്തോ ചെയ്യും? എങ്കിൽ ഞാനിതാ പരിചയപ്പെടുത്തുന്നു. ഇതാണ് എന്റെ സാക്ഷാത് ജോണിച്ചായൻ. അല്ല, ഇച്ചായൻ മൈസൂരിൽ നിന്ന് വരുന്ന വഴിയാ? അതെ അതെ, വഴിയിൽ എന്നാ മണ്ണും പൊടിയാ. ഒന്ന് കുളിക്കണല്ലോടി. അതിനെന്നാ, ഇച്ചായൻ വന്ന് ഉടുപ്പൊക്കെ ഒന്ന് മാറ്. എങ്കി പിന്നെ കുളി കഴിഞ്ഞിട്ട് കാണാം. എടാവേ, കോഴി തികയില്ല. ഞാൻ പോയി ഒരു 3-4 കൂടെ കൊണ്ടുവന്നാലോ? ഇപ്പോഴോ? വേണ്ട ചെയ്യ തികയും. എടാ, ദൂരയാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നല്ലേ ജോണി. ഇച്ചിരി ഇവിടെ കോഴി ഇറച്ചിങ് ഇടന്ന് പറഞ്ഞാ ഇല്ലെങ്കിൽ പിന്നെ നാണക്കേടാ. ഇച്ചായൻ ഒന്നിങ്ങ് വന്നേ. എന്നെയാന്നോ? അല്ല, ജോണിച്ചായൻ വിളിക്കുന്നു. എന്നതോ പറയാനുണ്ടെന്ന്. രഹസ്യം വന്നോടി. അങ്ങനെയൊന്നുമില്ല. രൂപ ഉണ്ടല്ലോടാ. അപ്പച്ചനോട് പറഞ്ഞ് ജോണിച്ചായൻ വാങ്ങിച്ചോണ്ട് വന്നതാ. എന്നാത്തിനാ? എത്ര നാളങ്ങനെ വാടി വെട്ടി കഴിഞ്ഞ് സ്വന്തമായിട്ടൊരു വീടൊക്കെ വെക്കണ്ടായോ? അതുള്ളതാ. ഇതിപ്പോ 50,000 ഉണ്ട്. ഇതിന് പാതി കാശ് ജോണിച്ചായന്റെയാ. ആന്നോ? ജോണിക്കുട്ടിയുടെ ബേക്കറി ഇപ്പൊ നല്ല ലാഭത്തിലാന്നല്ലയോടാ? അങ്ങനെയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഇവരിവിടെ കാശില്ലാതെ കിടന്ന് പെടാപ്പാട് പെടുകയായിരുന്നു. നല്ല സമയത്താണ് നീ കാശോട്ട് വന്നത്. നാളെ കാലത്ത് തന്നെ ഇച്ചാനും മടങ്ങി പോണോന്ന്. അതെന്നാ ഇടപാടാടാവുകയെ? 3-4 ദിവസം കഴിഞ്ഞാൽ ഇവിടെ അമ്പലത്തിലെ ഉത്സവാ, ചന്ദ്രോത്സവം. അത് കഴിഞ്ഞിട്ട് നീ പോയാ മതി. അയ്യോ, ബേക്കറിയിൽ പണിക്കാർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാ. ആന്നോ? എന്നാ നിക്കണ്ട. ഇപ്പോഴത്തെ പണിക്കാരല്ലയോ, കട്ട് മുടിക്കും. നമ്മുടെ കോഴി എന്തായി? നീ നല്ല ആളാ. എടാ, കാശെടുത്ത്.